ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമാണ് MR അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത്. കാല് വേദനിച്ചാണ് ട്രാക്ടറിൽ കയറിയതെന്നാണ് അജിത് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. KR സാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, വളരെ വിചിത്രമായ വിശദീകരണമാണല്ലോ. ജീന, 12-ാം തീയതി രാത്രി 9:05 ADGP MR അജിത് കുമാർ ട്രാക്ടറിൽ ശബരിമല സന്നിധാനത്തേക്ക് യാത്ര പോയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് യാത്ര ചെയ്തിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് KL 01CN 3056 എന്ന ട്രാക്ടറാണ്. ഇതിൽ ADGP MR അജിത് കുമാറിനൊപ്പം അദ്ദേഹത്തിന്റെ 2 സ്റ്റാഫുകളെയും കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ. ഇത് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. ട്രാക്ടറിൽ സാധനങ്ങൾ കൊണ്ടുപോകുകയല്ലാതെ പമ്പയിൽ നിന്നും സാധനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിക്കാൻ മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആളുകളെ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഇത്തരത്തിൽ ട്രാക്ടറിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവ്. ആ ഹൈക്കോടതി ഉത്തരവാണ് ADGP MR അജിത് കുമാർ ലംഘിച്ചിരിക്കുന്നത്. ഇതിന്റെ CCTV, ഈ റോഡിലെ പല CCTV ക്യാമറകളും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു CCTVയുടെ ഭാഗം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ട്രാക്ടറിലേക്ക് MR അജിത് കുമാർ കയറിയിരിക്കുന്നത് എന്നാണ് വിവരം. പക്ഷേ അതിനിടയിലും മറ്റൊരു CCTV പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് തെളിവുണ്ട്. നേരത്തെ തന്നെ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറഞ്ഞിരുന്നു ഇതിന് CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ തെളിവായി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ പ്രതി കുറ്റം ചെയ്തു എന്ന നിലയ്ക്കാണ് അത് അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും MR അജിത് കുമാറിന്റെ പേര് FIR-ൽ പരാമർശിക്കപ്പെട്ടിരുന്നില്ല. ഈ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം പ്രതിയാക്കി അദ്ദേഹത്തിന്റെയും പേരോ വിലാസമോ ഇല്ലാത്ത ഒരു FIR ആണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവിടെയാണ് ADGP തന്റെ ട്രാക്ടർ യാത്ര വിവാദമായതോടെ DGPക്ക് രേഖാമൂലം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നുണ്ട്. അതിനകത്ത് കാല് വേദന മൂലമാണ് ഇത്തരത്തിൽ സഞ്ചരിച്ചത് എന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ജീന സൂചിപ്പിച്ചതുപോലെ അതൊരു വിചിത്രമായ വിശദീകരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ ഈ വഴി ആകെ സഞ്ചരിക്കാൻ അനുമതിയുള്ളത് അവിടെ നിന്നുള്ള ട്രാക്ടർ ആംബുലൻസുകൾക്കും അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രാക്ടറുകൾക്കും മാത്രമാണ്. ADGPയുടെ യാത്ര ഔദ്യോഗികമോ അനൌദ്യോഗികമോ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ട്രാക്ടർ വഴി യാത്ര ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സാധ്യമാകുന്നതല്ല. പക്ഷേ അത്തരം സാധ്യതകളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരം ഹൈക്കോടതി ഉത്തരവിനെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ഈ ദൃശ്യങ്ങളിൽ MR അജിത് കുമാറുണ്ട്. DGPക്ക് വിശദീകരണം നൽകിയതിലും അജിത് കുമാറിന്റെ പേരുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന പോലീസ് ഡ്രൈവറെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ മാത്രം ഈ കുറ്റം മൊത്തം ചുമത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പോലീസ് അസോസിയേഷനും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്തൊരു വൈരുദ്ധ്യമാണിതിൽ? ഇത്തരത്തിൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇത് കുറ്റപത്രമല്ല, FIR ആണ്. FIR-ൽ സംശയിക്കപ്പെടുന്ന പ്രതിയുടെ പട്ടികയിൽ പോലും പോലീസ് ആ ട്രാക്ടർ ഡ്രൈവറായ പോലീസുകാരന്റെ പേര് മാത്രമേ ഉള്ളൂ. അതും പേരില്ല. ട്രാക്ടറിന്റെ ഡ്രൈവർ എന്ന നിലയ്ക്കാണ് അതിനെപ്പോലും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് FIR-ന്റെ വിശദീകരണ ഭാഗത്ത് പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട ശേഷമായിരിക്കാം FIR എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും FIR-ൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഒരു ട്രാക്ടർ ഡ്രൈവർ സ്വന്തം നിലയ്ക്കല്ല ADGP MR അജിത് കുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ട്രാക്ടറിൽ കൊണ്ടുപോകുക. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ നിന്നും ട്രാക്ടറിൽ MR അജിത് കുമാറിനെയും കൊണ്ട് ആ ഡ്രൈവർ പോയിരിക്കുക എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത് നിയമലംഘനമാണ് എന്ന് ADGPക്കും അറിയാം. അങ്ങനെ ഇരിക്കെ അതിൽ കയറാതിരിക്കുക എന്നത് ഉത്തരവാദിത്വമുള്ളത് ADGP MR അജിത് കുമാറിനാണ്. അതായത് ട്രാക്ടർ ഡ്രൈവർ അദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന കുറ്റം ചെയ്തതുപോലെ തന്നെ അതിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച MR അജിത് കുമാർ എന്ന ADGPയും കുറ്റക്കാരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് ട്രാക്ടറിന്റെ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. എന്നിട്ടും ആ പേര് പോലും FIR-ൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ADGP DGPക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. തനിക്ക് കാലുവേദന ആയതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്തത് എന്ന കാര്യം നമുക്കറിയാം. ADGP MR അജിത് കുമാറുമായി
ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഈ കാലയളവിൽ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കർശനമായ ഇടപെടൽ ഈ സ്വാമി അയ്യപ്പൻ റോഡിലെ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതിൽ എഫ്ഐആറിൽ എത്ര സംരക്ഷിച്ച് നിർത്തിയാലും സ്വാഭാവികമായും ഹൈക്കോടതിയുടെ വരും ദിവസത്തെ സിറ്റിംഗുകളിലൊക്കെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരാം. അപ്പോൾ അതിനൊക്കെ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. സർക്കാരിനൊരു തലവേദന തന്നെയാണ് ഈ യാത്ര എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവുകളായിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി സാജു, ഏതായാലും എഫ്ഐആറിൽ ഒരിടത്തും എം ആർ രാജകുമാറിന്റെ പേരില്ലെങ്കിലും ട്രാക്ടറിൽ അദ്ദേഹമുണ്ട്. ഒപ്പം തന്നെ DGPക്കും അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയെങ്കിലും ഈ വിഷയം ചോദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.